ചെളി വണ്ടിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട് ഇവര്. കിടിലം വ്യൂ കേട്ടാ. നോക്കി ആ കാണുന്ന മൊത്തം കാറ്റാടികളാട്ടാ. നമ്മൾ കണ്ട മല്ലേശ്വരം മുടി ഇതില്ല നല്ല ഇതിനപ്പുറത്താ അത് മറഞ്ഞവിടെ എന്തൊട്ട് സാധനം അങ്ങോട്ട് പോയി. അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, അവർ ഷെഡ് കെട്ടിയിട്ടുണ്ട്, അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആട്ടാ ഈ താഴ്ത്ത് കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ട്, അവിടെ ഉണ്ട്. രക്ഷയില്ലേ. ഞാൻ ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്തുണ്ടായിരുന്നു തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വന്നത്. ഈ മോളിൽ പോകുന്നതോറും വ്യൂ കൂടി കൂടി വരും കേട്ടാ. ഇവര് ഇവിടെ റാഗിയാന്ന് തോന്നുന്നുണ്ട് ഇട്ടിട്ടുള്ളത്. താഴെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഓൾറെഡി എൻ്റെ ആൾക്കാർ വന്ന് കയറിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ ആണോ അവിടെ നിന്ന് കാട്ടിലേക്ക് പോകണ വഴിയുണ്ട് കേട്ടോ. നോക്കി നോക്കാം പോവാൻ പറ്റുമെന്ന്. താഴെ റോഡാ, അതാണ് നമ്മൾ കണ്ടത്. അവിടെ റോഡും കാര്യങ്ങളൊക്കെ കാണാണ്ട്. നല്ല കാറ്റ്, ആള് പറന്നു പോകും മോനെ. മല്ലേശ്വരം മുടി കണ്ടോ? മല്ലേശ്വരം മുടിയുടെ ഒരു ഭാഗമായിട്ടത്, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് മല്ലേശ്വരം മുടി എന്ന് പറയുന്നത്. നടന്നു ചെയ്യേണ്ടത്. നോക്കി ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പല തന്നെ വീഴാൻ ചാൻസ് ഉള്ള. ഈ സാധനം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ സാധനം പൊട്ടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം കാണാൻ പോലും ഇല്ല. ഇപ്പോഴാണ് കാണുന്നത് ഞാൻ. പ്രത്യേക ഭംഗിയാട്ടോ. അമ്പന്നൂര് കാട്ടിലേക്ക് പോവുക. നിന്റെ പട്ടിയല്ലേ അത്? ഓരോ കുഴി ഉണ്ടാക്കി വെച്ചിരിക്കുക. അറിയില്ല, അത്യാവശ്യം നടക്കാൻ കിട്ടാ. ഇത് പശുക്കൾ മെയിനായിട്ട് നടന്നു പോണ വഴിയെ. നോക്കി കള പറിച്ചിട്ടാവില്ലാക്കി വെച്ചിട്ടുണ്ട്. അട്ടശല്യം ഉണ്ടോ അവിടെ? അങ്ങനെത്തി ഇന്നുണ്ട് കേട്ടാ. അങ്ങോട്ട് പോകാമല്ലേ? അതായത് എത്ര ഒരു ഗൂളിക്കടവാ?
എന്തായാലും ചാവും. പശുക്കൾ പോണ വഴിയാ. പശുക്കളാണ് ഇപ്പോൾ വഴി പറ്റി ആൾക്കാർ. പാറയുടെ കാണാം. അതിനോടൊപ്പം നമ്മൾ ഇറങ്ങിയത് നല്ല പോലെ കരിമീൻ്റെ ചാറുണ്ട്. മുളങ്ങാട്ടോ കുഞ്ഞു 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 മുളകൾ. പശുവിനോട് വഴി ക്രിയേറ്റ് ചെയ്യുന്ന ആള് വേറെ ആരില്ല. പശു താഴ്ത്തിക്കൊരു വഴി കാണിക്കുന്നുണ്ട്. അത് പശു പോയിട്ടുള്ളത്. ഫുള്ളും മുളങ്കാട്. മുളങ്കാട് വഴിയാണ്. അത്യാവശ്യം കയറാൻ കേട്ടോ. നമ്മൾ വിചാരിച്ചതല്ലേ. നല്ല കയറ്റ മഴയുണ്ട്. ഇതിനുള്ളിൽ മഴ തുള്ളി വീഴുന്നില്ല. ഇവിടുത്തെ ആടാണ്. അട്ടപ്പാടിയിൽ മാത്രമേ കണ്ടുവരുന്ന പ്രത്യേകത ആടാണ്. ഇത് വംശനാശം സംഭവിച്ചു തുടങ്ങിയ സാധനമാണ്. അത് കറക്റ്റ് അറിയില്ല എന്താന്നുള്ളത്. ധൈര്യം ഒരു മിനിറ്റ്. ഇതുണ്ട ഇവിടുത്തെ പശുവിൻ തൊഴുത്ത മുകളിൽ ടാർപ്പായം ഷീറ്റ് ഇട്ടിട്ട് അടിയിൽ ചെളി വണ്ടിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവർ ഫുള്ളും മുള വെച്ച് ഇട്ടിരിക്കുക. ഇത് മുള അടിച്ച് പരത്തിയിട്ടുള്ള ഇവിടുത്തെ ഈ കഷ്ണങ്ങൾ. വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നത് അതൊക്കെ ചാണകം പോണത്. അതൊക്കെ എന്താ കിട്ടില്ല ഐഡിയ. ഇവരുടെ രക്ഷയില്ലേ, ചിന്തിക്കാൻ പറ്റും. പന്നീനെ വളർത്തുന്നുണ്ട് ഇവര്. ഇത് വളർത്തുന്നതല്ല പന്നീനെ. അങ്ങോട്ട് പോയില്ലേ ഈ പട്ടികൾ ചെല്ല. കണ്ട ഇതിവിടെ വളർത്തുന്ന പറയാ വീട്ടില്. കാട്ടിലെ പന്നിയാണ്. ഇപ്പൊ ഇത് നാട്ടിലെ പന്നിയായി. കണ്ട അവരോടുള്ള സ്നേഹം. പന്നിയാണ്. ഞാൻ പറഞ്ഞത് ആ കറുത്താട് അട്ടപ്പാടിയിലാണിത്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ശരി അട്ടപ്പാടിയിലാടെന്ന് പറയുന്നത് കാലിൽ നീളം കൂടുതലും കറുത്ത കളറിൽ ഉള്ളതാ. ഇവിടെ വളർത്തണ പന്നിക്കുട്ടിയെ ആ സാധനത്തിൻ്റെ ഭിത്തിയുണ്ട്. അത് മുളടിച്ച് വരുത്തിയിട്ടുള്ള കേട്ടോ. ഈ സാധനം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നില്ലേ.
രസമായി. പക്ഷെ പന്നീനെ വെട്ടി വളർന്ന ഞാൻ അതിൽ കാണുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് താഴത്തേക്ക് എത്തി. ഇനി ഇവിടുന്ന് ഒരു 200-300 മീറ്റർ കൊണ്ട് നടക്കാമല്ലോ. ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരാട്ടാ. ആ റോട്ടിൽ കയറി നടക്കായിരുന്നു. എടുക്കട്ടെ. എന്താ എന്താ മക്കളെ നീല നിറത്ത് കാണാണ്ട. നല്ല സൈസ് ഉണ്ട് കേട്ടോ, കാണണ പോലെ. ആള് ഉപദ്രവകാരിയൊന്നുമല്ലട്ടാ, ഇളകിയ ആൾക്ക്. അതുകൊണ്ട് കുത്തുമെന്ന് ഞാൻ നോക്കണത്. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തോണ്ടി കളയും. റോഡിൽ കിടന്ന് നടന്നാൽ തന്നെ ആൾക്കാർ വണ്ടി കയറ്റി കൊല്ലും. നീ രക്ഷപ്പെട്ടോ? പോടാ വീട്ടിൽ പോടാ. നമ്മളിവിടുന്ന് പിടിക്കേ പിടിക്കടാ. വന്നിട്ട് കാണിക്കുന്നേ. ഓക്കെ, അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. വാടിയിട്ട് എൻ്റെ പതിവ് ഉണ്ട്. റോട്ടിൽ നിന്നാലേ വണ്ടി കയറി ചാവാൻ. പല മോളിൽ വണ്ടികൾ പോയിട്ടുള്ളൂ. അപ്പോൾ വെറുതെ തന്നെ ജീവൻ കളഞ്ഞിട്ട് അല്ലേ. നമ്മൾ പോയ മല കാണിച്ചാടാ. നല്ല താഴ്ചന്നുള്ള വ്യൂ കണ്ട. അതിൻ്റെ ടോപ്പിലായിരുന്നു നമ്മൾ. കാണാണ്ട മല. അവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ ഈ അറ്റം വരെ നമ്മൾ വന്നു. മലയുടെ മുകളിലായിരുന്നു. അവിടെ നിന്ന് കൃഷി സ്ഥലമൊക്കെ നമ്മൾ കണ്ടത്.